എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാനൊരു ഫേൺ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ കാണുന്ന പന്നയിലെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് നല്ല ആകർഷണീയമായതാണ് കേട്ടോ. റാബിറ്റ്സ് ഫുഡ് ഫേൺ എന്നാണ് പറയുന്നത്. അതായത് മുയലിൻ്റെ പാത പന്നൽ പാത എന്തെന്ന് നിങ്ങൾ പറയണം. പന്നൽ ചെടി ഒരു വളരെ സോഫ്റ്റാണ്. മുയലിൻ്റെ രോമങ്ങളൊക്കെ പോലെ ഇരിക്കും, അതിൻ്റെ കാല് പോലെ ഇരിക്കും. മുയലിൻ്റെ മാത്രമല്ല കേട്ടോ, ചില പക്ഷികളുടെയും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇതിനെ വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്. മനോഹരമായിട്ടുള്ള ഒരു സസ്യമാണത്. ഫിജി ആൻഡ് കരോളിൻ ഐലൻഡിലൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശം. ഫസ്റ്റ് ഹെയർസാണ് മുയലിനെ എല്ലാവർക്കും ഇഷ്ടമല്ല. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു പൂടകളോടുകൂടിയ രോമങ്ങളോടുകൂടിയ ഒരു ചെടി, അതായത് ഹെയർ. അതിൻ്റെ ആ ഇലകൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല. ഇൻഡോറായിട്ട് വയ്ക്കാവുന്നതാണ്. ഇടയ്ക്ക് വെയിൽ കൊള്ളിച്ചാൽ മതി. ഇപ്പോൾ റോസിന് വേറെ പുഷ്പിക്കുന്ന വേറെ ചെടികളുണ്ടല്ലോ, അതുപോലുള്ള വെയിലൊന്നും ആവശ്യമില്ല. അതിനൊക്കെ വെയിലില്ലെങ്കിൽ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ശാസ്ത്രനാമം ഡാവലിയ ഫെജിൻസിസ്. എല്ലാത്തിനും പേര് വരാനുള്ള ഒരു കാരണങ്ങളൊക്കെ ഉണ്ടാകും. അത് സസ്യശാസ്ത്രജ്ഞനായ എഡ്മണ്ട് ഡാവലിൻ്റെ പേരിനോട് അനുബന്ധിച്ചാണ് ആ പേര് വന്നിട്ടുള്ളത്. പോളിപാഡി ഫാമിലിയാണ് ഇത്. നമുക്ക് ഹാങ്ങിങ് തൂക്കിയെട്ടികളിലൊക്കെ നടാവുന്നതാണ്. അധികം ആഴമൊന്നും വേണ്ട, വേരിന് അധികം നീളമൊന്നുമില്ല. പിന്നെ ഒരു ഇതാ നോക്കൂ, എന്ത് ഭംഗിയാണല്ലേ ഇത് കാണാനായിട്ട്. ചെടിയൊക്കെ കാണാൻ എന്ത് രസമായിട്ടുള്ള ചെടിയാണല്ലേ. നമ്മൾ സാധാരണ കാണുന്ന പന്ന പോലെയല്ല. അതും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ തൂക്കുകെട്ടിയിൽ നടാന്ന് ഞാൻ പറഞ്ഞു. ആഴമുള്ള ചട്ടിയൊന്നും വേണ്ട. പക്ഷേ ഇത് ഞാൻ ഈ പൊട്ടിയ ചട്ടികളൊക്കെ കൂടി ഒരു ഇതുണ്ടല്ലോ, അതുപോലെ വെറുതെ നട്ടോ വന്നാൽ. എനിക്കൊന്നത് സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ നട്ടുവെച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ വേരിൻ്റെ ഇത് സ്റ്റെം പോലെ തോന്നുന്നത് കേട്ടോ. ഇതിലിങ്ങനെ മുളച്ചു വരും. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ മുളച്ചു വരും, അവിടെയൊക്കെ ഇങ്ങനെ. ഇത് അതൊരു പ്രത്യേകതയാണ് അതിന്. മറ്റുള്ള ഫേൺ പ്ലാന്റിന് അത് കാണാറില്ല. അത് പക്ഷേ ആർക്കും അത്ര വിലയില്ലാത്ത, വെറുതെ ഇങ്ങനെ വളരുന്നത് കൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കാറുമില്ല ആ ഫേൺ പ്ലാന്റിനെ പറ്റി. സാധാരണ കാണാറുള്ള ഫേൺ പ്ലാന്റ് കാണിച്ചു തരാം. ഇതൊരു തരം ഫേണല്ലേ. കണ്ടോ, ഇതൊന്നും അത്ര ഇതായിട്ടുള്ളതല്ല. ഇതും ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ ഈ പ്ലാന്റ് ഇതെന്താണെന്നൊക്കെ ചിലവരോട് വരച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അന്നൊന്നും എനിക്കറിയില്ല ഫേൺ പ്ലാന്റിനെ പറ്റിയേ. ഫേൺ പ്ലാന്റ് ആണെന്നൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഈ വഴിയരികിലൊക്കെ നിൽക്കണം കണ്ടിട്ടാണ് കേട്ടോ. പക്ഷെ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അന്നൊക്കെ കുട്ടികളല്ലേ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതൊന്നും പറിച്ച് കളയാൻ തോന്നില്ല. ഇത് നല്ല ഭംഗിയിൽ കാണാൻ. നമ്മൾ ശ്രദ്ധിക്കാത്ത നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് മോട്ടറിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനോട് സാമ്യമുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഇലകൾ നോക്കുക, കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ വെട്ടി ബുഷായി ഇവിടെയൊക്കെ നിർത്തണം എന്നാണ് പറയണത്. എന്നാലും പൂക്കെന്നും പറയണേ. എനിക്കിത് കുറേ നാളായി ഇവിടെ ഉള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ വെട്ടാനൊന്നും പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂക്കെന്നൊക്കെ ഞാൻ ഈ അടുത്തിടെയാണ് അറിഞ്ഞത്. ആ പൂവിൻ്റെ സവിശേഷതകൾ ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പൂക്കണ കാര്യം ഞാൻ പറയാം. നമുക്കറിയാൻ പാടില്ലാത്ത സവിശേഷതകളൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊരു കളയാൻ തോന്നൂല്ലേ എപ്പോഴും. ഇത് വെറുതെ ഞാൻ ഇതിൽ വെച്ച് നോക്കിയതാ. വേണമെങ്കിൽ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പാടിപ്പോയോ. കണ്ടോ, അതൊരു
പോട്ടിലിങ്ങനെ ഇടയ്ക്ക് വെക്കും ഒട്ടും സ്ഥലമില്ലെങ്കിൽ. എന്നിട്ട് ഞാൻ ഇതിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് അകത്ത് വേറൊരു ബൗളിൽ കയറ്റി വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാസിൻ്റെ പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ വെറുതെ മെനക്കേടാണ്. ഇതിനെയൊക്കെ പറ്റി അത്രയ്ക്ക് വലിയ ഗവേഷണമോ പഠിത്തം, ഇത് സാധാരണ ഒരാളാണ് ഞാൻ. അല്ലാണ്ട് വെറുതെ ഇതിനോടൊക്കെയുള്ള താല്പര്യം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും, സംസാരത്തിലും പറയുന്നതിലും ഒക്കെ പോരായ്മകളുണ്ടാകും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കമൻ്റായിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാം. വാസസ്ഥലം ഫിജിയിൽ എന്ന് പറഞ്ഞു അല്ലേ ഞാൻ. പിന്നെ അകത്ത് വെക്കുമ്പോഴത്തേക്കും പേടിക്കാനൊന്നുമില്ല, അധികം വിഷമുള്ള ചെടിയൊന്നും അല്ല. എങ്കിലും വിഷമുണ്ടാകും. വെറുതെ ആരെങ്കിലും ചെടിയൊക്കെ എടുത്ത് വായിലിട്ട് കടിച്ച് തിന്നൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അധികമായാൽ എന്തും വിഷമാണ്, എന്തെങ്കിലും അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷേ വിഷകാരി എന്ന് പൊതുവെ പറയുന്നില്ല. ചില ചെടികൾ അകത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം, കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും സൂക്ഷിക്കുക എന്ന് പറയാറില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണേ. ഏതായാലും ഭക്ഷണത്തിനായി ഉപയോഗിക്കാറില്ല. ഔഷധ ഗുണമുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ചോദിച്ചറിയുക, അന്വേഷിച്ചറിയുക. ശ്വസന പ്രശ്നം, വാതം, ദഹന പ്രശ്നങ്ങൾ, ചർമ്മത്തിലെ മുറിവുകൾ, ദഹന സഹായി, രക്താരോഗ്യം, ചുമ, വേദന സംഹാരി, തലവേദന, പനി, പേശിവേദന എന്നിവയ്ക്കൊക്കെ ചികിത്സിക്കുന്നതായി പറയുന്നു. അതെല്ലാം അറിവുള്ളവരോട് ചോദിച്ചറിയുക ആവശ്യമെങ്കിൽ. എല്ലാ ഫേണും ഔഷധമല്ല. അപ്പോൾ ഞാൻ വേറൊരു ഫേൺ പ്ലാന്റിനെയൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ നമുക്ക് അറിയില്ല ശരിക്കും ഏത് ഫേണൊക്കെയാണ് ഔഷധ ഗുണമുള്ളതെന്ന്. ആൺ ഫേണിന് വിഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറയുന്നു. അമേരിക്ക, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ അന്ധവിശ്വാസമുണ്ട്. നാടോടി കഥകളിൽ നിന്നാണ് ആ അന്ധവിശ്വാസം ഉടലെടുത്തത്. ഭാഗ്യം കൊണ്ടുവരുന്നു, തിന്മയിൽ നിന്നും രക്ഷിക്കുന്നു, നിർഭാഗ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ്. വിശ്വാസമുള്ള ചെടികളെല്ലാം നട്ടു വളർത്തുമല്ലോ. ഇപ്പോൾ ചിലവർ തുളസി നട്ടു വളർത്തും, മണി പ്ലാന്റ് നട്ടു വളർത്തും, പല കാര്യങ്ങളൊക്കെ പല ഇതിനും വാസ്തു അതും ഇതൊക്കെ പറയുന്നു. അതുപോലെ വിദേശികളും ഓരോന്നെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇത് അപൂർവമായി പൂക്കുന്നു എന്നാണ്. എൻ്റേത് ഇതുവരെ പൂത്തിട്ടില്ല കേട്ടോ. ഞാനത് വെട്ടിക്കളയാഞ്ഞിട്ടാണ്. എന്താണ് വെട്ടിക്കളയലല്ല, അതിങ്ങനെ അതിൻ്റെ കമ്പെല്ലാം കോതി കൊടുക്കണമല്ലോ, അതൊന്നും ചെയ്യാറില്ല. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടായിരിക്കാം. ഇനിയൊന്ന് ശ്രദ്ധിക്കണേ. ഈ അടുത്താണ് ഞാനത് അറിയുന്നത് അതിന് പൂവുണ്ടാവുന്നു. അപൂർവമായി പൂക്കുന്നു, അപ്രതീക്ഷിതമായ സന്തോഷം കൊണ്ടുവരുന്നു. അത് പൂത്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഏത് ചെടി പൂക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം, മനസ്സിന് ആനന്ദം, പോസിറ്റീവ് എനർജി എല്ലാം കൊണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല, അതങ്ങനെ കൊണ്ടുവരുന്നൊന്നും അറിയുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട്. പുനർജന്മം, രോഗശാന്തി, സമ്പത്ത്, സന്തോഷം, അങ്ങനെ ഓരോരുത്തർ വിശ്വാസം അനുസരിച്ച് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ അറിയുന്നില്ല നമ്മളുടെ പോസിറ്റീവ് എനർജിയും രോഗശാന്തിയും. ചിലരൊക്കെ അറിയും കേട്ടോ, എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടി മനസ്സിന്. പിന്നെ സമ്പത്ത് വരും, സന്തോഷം വരുന്നു. സമ്പത്തുണ്ടെങ്കിൽ സന്തോഷം വരുമല്ലോ. സമ്പത്ത് അതിനെപ്പറ്റിയും എനിക്ക് വലിയ നിശ്ചയമില്ല, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പെന്ന്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ രഹസ്യ പ്രണയം എന്നിവയുടെയും പ്രതീകമായി കാണുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രഹസ്യമായിട്ടുള്ള പ്രണയം എന്നിവയുടെ പ്രതീകമാണെന്ന് വിശ്വസിക്കുന്നു. അതും നമുക്കറിയില്ല, ഓരോ വിശ്വാസങ്ങളല്ലേ. നല്ല വെളിച്ചം, ശരിയായ നനവ്, കൊമ്പുകോതൽ. ഇനി അത് കൊമ്പൊക്കെ കോതിക്കളയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കോതിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയാൽ പോയില്ലേ. അപ്പോൾ പിന്നെ പൂവുണ്ടാകലും കഴിഞ്ഞു. ഈ രഹസ്യം എല്ലാം, പുനർജന്മവും രോഗശാന്തിയും സമ്പത്തും സന്തോഷവും എല്ലാം നമുക്ക് നഷ്ടമാവും. അതൊരു ചെടി നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ അത് നശിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്കെല്ലാം നഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ചെയ്യണമെന്ന് ആഗ്രഹവുമുണ്ട്, പക്ഷേ പൂ കാണണം എന്നുള്ള ആഗ്രഹവുമുണ്ട്.
നിങ്ങളും വളർത്തുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.